കാനഡയിലെത്തി ലൈഫ് സെറ്റിലായി. ഇവിടെ നമുക്ക് വീട് വാങ്ങിക്കാം, കാറ് വാങ്ങിക്കാം, ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് സെറ്റിലാവാം. പക്ഷേ ഞാൻ പലപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്, നമുക്ക് ഇതെല്ലാം ഉണ്ടായിട്ടും പലർക്കും മനസ്സമാധാനമില്ല, അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് ഒരിക്കലും അങ്ങനെ സന്തോഷിക്കുന്നില്ല പൂർണ്ണമായിട്ടും എന്നുള്ളത്. ചോദിച്ചറിയാം. നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് രജിസ്റ്റേർഡ് സൈക്കോതെറാപ്പിസ്റ്റ് ജോസഫ് തോമസ്. ചേട്ടാ, വെൽക്കം ടു ദ ഷോ. അപ്പം എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, കാനഡയിൽ എത്തിയാൽ വിദേശ രാജ്യങ്ങൾ ഏതുമായിക്കോട്ടെ, അവിടെ എത്തിയതിന് ശേഷം ഫിനാൻഷ്യലി അവർ സെറ്റിൽ ആവുന്നുണ്ട്, പക്ഷേ പലർക്കും മാനസികപരമായിട്ട് അടുത്ത് സന്തോഷിക്കുന്നില്ല. അതിനുള്ള റീസൺ എന്തായിരിക്കും? ഇത് മനസ്സമാധാനം എന്ന് പറയുന്നത് കിട്ടുന്നില്ല. ഞാൻ പലപ്പോഴും കൗൺസിലിങ്ങിൽ കേൾക്കുന്ന ഒരു കാര്യമാണ്, എല്ലാം ഉണ്ട്, കാനഡയിൽ വരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രീം കൺട്രിയിൽ ചെല്ലണം, അവിടെ ഒരു വീട് മേടിക്കണം, കാറ് മേടിക്കണം, നല്ലൊരു ജോലി ഉണ്ടാവണം, പിള്ളേരെ നല്ലതായിട്ട് പഠിപ്പിക്കണം. അങ്ങനെ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെയും ചില ആളുകൾ നേടി. പക്ഷേ അവർ പോയി കട്ടിലിൽ കിടക്കുമ്പോൾ അവർക്ക് ഉറക്കം വരുന്നില്ല, അമിതമായി ചിന്തിച്ചു കൂട്ടുന്നു, മനസ്സിന് ഒരു സമാധാനമില്ല. പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് മനസ്സമാധാനം കിട്ടാത്തത്? ഇതെല്ലാം നേടിയിട്ടും കാരണം ഇത്രയേ ഉള്ളൂ, ജീവിത വിജയവും മനസ്സമാധാനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ മനസ്സമാധാനക്കേടെന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതലേ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ക്യാരി ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളുടെയും ഒരു റിസൾട്ടായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് ഈ മനസ്സമാധാനക്കേടെന്ന് പറയുന്നത്. നമ്മളെ വിജയിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിലെ മുറിവുകളെ എങ്ങനെ സുഖപ്പെടുത്തണമെന്ന് നമ്മളെ ആരും പഠിപ്പിച്ചില്ല. അപ്പോൾ ആളുകളിൽ ഇത്തരത്തിലുള്ളൊരു പ്രത്യേകത കണ്ടുവരുന്നതിനുള്ളൊരു ബേസിക് റീസൺ എന്താണ്? ഇതിന് കാരണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാരണമുണ്ട്. കാരണം നമ്മളുടെ കൾച്ചറിൽ അവിടെ നമുക്ക് വിദ്യാഭ്യാസത്തിന്, ജീവിതത്തിൽ വിജയത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞ് കരയുവാണെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നൊരു കാര്യം, എടാ കരയാതിരിക്കാനേ ചോദിക്കത്തുള്ളൂ. നമ്മൾ അവരെ കരയാതിരിക്കാൻ പഠിപ്പിച്ചു, ജീവിതത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പഠിപ്പിച്ചു, ജീവിതത്തിൽ വിജയിക്കാൻ പഠിപ്പിച്ചു. പക്ഷേ ഇവൻ്റെ ഉള്ളിൽ വികാരങ്ങളെ ശ്രദ്ധിക്കാൻ ഇവനെ പഠിപ്പിച്ചില്ല. ഒരു കുഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എന്തിനാണ് നീ സങ്കടപ്പെട്ടിരിക്കുന്നത്, എന്താ നിനക്ക് പറ്റിയത് എന്ന് അവനോട് ചോദിക്കാൻ നമ്മളാരും പഠിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൻ വളർന്നു വരുമ്പോൾ അവനോട് ചോദിക്കുന്നില്ല എന്തുകൊണ്ട് ഞാൻ സങ്കടപ്പെടുന്നു എന്നുള്ളത്. അപ്പം ഈ ചോദ്യങ്ങൾ ഇല്ല, ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാത്തുള്ള ഒരു ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാൻ പഠിച്ചു, പക്ഷേ എങ്ങനെ നമ്മളുടെ മനസ്സിന് സമാധാനം കൊടുക്കണമെന്ന് നമ്മളെ ആരും പഠിപ്പിച്ചില്ല. പുറത്തുനിന്ന് നമ്മൾ വിജയിച്ചവരെ പോലെ കാണുന്ന പല ആളുകളും അപ്പോൾ ശരിക്കും ഒരു ബുദ്ധിമുട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇത് എപ്പോഴും നമുക്ക് പുറമേ കാണാൻ സാധിക്കത്തില്ല. കാരണം ഇവർ സാധാരണക്കാരെ പോലെയാണ് ജീവിക്കുന്നത്. അവർക്ക് കാറുണ്ട്, വീടുണ്ട്, ഇവർ ചിരിക്കും, സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകും. പക്ഷേ ഇവർക്ക് ഉറങ്ങാൻ സാധിക്കത്തില്ല നല്ല രീതിയിൽ. എപ്പോഴും ഇവരുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. ഇവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്യണമെന്നുള്ള ഒരു ചിന്തയായിരിക്കും. ഒരിക്കലും ഇവർക്കൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആരുടെയെങ്കിലുമൊക്കെ അംഗീകാരം പിടിച്ചു പറ്റുക എന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കുറേ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. പുറത്ത് ഇവർ ശാന്തമായിട്ട് തോന്നിയേക്കാം, പക്ഷേ ഉള്ളിൽ എപ്പോഴും ഒരു കടൽ ഇരമ്പുന്നത് പോലെ ഇവർ അസ്വസ്ഥമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ, നമ്മൾ മുമ്പും പല വീഡിയോകളും പറഞ്ഞതാണ് ചൈൽഡ്ഹുഡ് ട്രോമയെ പറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെയും കുട്ടിക്കാലം ഇതിനെ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കുള്ളൊരു ട്രോമ ക്യാരി ഓൺ ചെയ്തിട്ട് നമുക്ക് അതുകൊണ്ടാണോ അവർക്ക് ഇത് സംഭവിക്കുന്നത്? കുട്ടിക്കാലത്തിന് ഇതിനകത്ത് വലിയ പങ്കുണ്ട്. ഇതിനകത്തൊരു നല്ല ശതമാനം ആളുകളും ഈ അംഗീകാരം പിടിച്ചു പറ്റാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ആ അംഗീകാരം അവർക്ക് ഇപ്പോഴത്തെ ഒരു അംഗീകാരമല്ല, അവരുടെ കുട്ടിക്കാലത്ത് അവർക്ക് കിട്ടാതെ പോയ അംഗീകാരം പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് അവർ ഈ അഡൾട്ട്ഹുഡിൽ പോലും അവർ ഈ അംഗീകാരത്തിന് വേണ്ടി അവർ പുറകെ നടക്കുന്നത്, കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇതിനകത്തുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും ആ അംഗീകാരം അവർക്ക് എത്ര ലഭിച്ചാൽ പോലും പലർക്കും ആ അംഗീകാരത്തിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റാതെ പോകുന്നു. കാരണം ഈ കുട്ടിക്കാലത്ത് ഇവർക്ക് കിട്ടിയിട്ടുള്ള കുറേ മെസ്സേജസ് ഇതിന് വലിയ ഫാക്റ്റാണ്. ഒന്ന്, നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ പാടില്ല, എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം, ജീവിതത്തിൽ മുമ്പോട്ട് വിജയിക്കണം, ജീവിത വിജയമാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. ജീവിതത്തിൽ വിജയിക്കണം. നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നിൻ്റെ ജീവിതത്തിൽ വിജയിക്കുമ്പോഴാണ് നിനക്ക് ആ വാല്യൂ കിട്ടുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ. അപ്പം ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം ഇവനെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഇവനെ അപ്രാപ്തനാക്കി. അങ്ങനെ അവൻ ജീവിതത്തിൽ വിജയിച്ചു. പക്ഷേ ഇവന് അപ്പോഴും എന്ത് കിട്ടുന്നില്ല, ആ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള ആ മുറിവ് നിന്ന് ഞാൻ അംഗീകാരമില്ലാത്തവനാണ്, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്തൊരുത്തനാണ് എന്നുള്ളൊരു ചിന്ത ഇവൻ്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവൻ എന്ത് ചെയ്താലും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റാതെ പോകുന്നു. ചിലർ അവരുടെ കുട്ടിക്കാലത്ത് കിട്ടാതെ പോയ ഈ അംഗീകാരം നേടിയെടുക്കുന്നതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു യാത്ര എന്നുള്ള രീതിയിലാണ് പലരും ജീവിച്ചു തീർക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓഡിയൻസിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ളൊരു അനുഭവം അവർ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ആസ് എ തെറാപ്പിസ്റ്റ് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടവരല്ല, നിങ്ങൾ
ജീവിതത്തിൽ നിങ്ങൾക്ക് കരുണയുള്ളവരാണ്, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്, നിങ്ങളങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജീവിത വിജയത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനം ചിലപ്പോൾ നൽകിത്തരാൻ സാധിച്ചെന്ന് വരത്തില്ല. കാരണം ഒരു ചോദ്യം മാറ്റിയാൽ മതി. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യം മാറ്റിയിട്ട് ഞാൻ എന്തിനാണ് ഈ ഭാരമെല്ലാം ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്ന് സ്വയമേ ചിന്തിച്ചാൽ ഒരു പരിധിവരെ നിങ്ങൾക്കിതിനെ അതിജീവിക്കാൻ സാധിക്കും. ഈ ഭാരം കൊണ്ട് നടക്കണോ വേണ്ടായോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ എന്തിനാണ് ആളുകളുടെ പുറകെ അംഗീകാരത്തിന് വേണ്ടി ഓടി നടക്കുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടും എനിക്ക് സന്തോഷിക്കാൻ പറ്റാതെ പോകുന്നത്? കാരണം നമ്മളുടെ ഇന്നർ ചൈൽഡ് വൂണ്ടഡാണ്. ആ ഇന്നർ ചൈൽഡിൻ്റെ ഉണ്ടായിട്ടുള്ള ആ മുറിവുകളെ നമുക്ക് സൗഖ്യമാക്കുവാനും അതേപോലെ തന്നെ നമ്മൾ കൊണ്ട് നടക്കുന്ന ആ ഭാരങ്ങൾ ഒന്ന് ഇറക്കി വെക്കുവാനും സാധിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആ ജീവിതത്തെ നമുക്ക് സന്തോഷത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും.